കഥ എന്ന പുതിയ വീട് വെച്ചതിന് ശേഷം ഒരുപാട് കഥകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും ഒരു നിരാശ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്ന കഥാ സീരീസ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കുണ്ടാകില്ല എന്നും ഉടൻ തിരികെ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് രാഹുലും ശ്രീവിദ്യയും ഒരുമിച്ച് കഥ പറഞ്ഞ് നേടിയ വീടാണ് എന്നാണ് അതിനുകൊണ്ട് ഇതിന് കഥ എന്ന് പേരിട്ടു എന്നൊക്കെ രാഹുൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ കഥയിലേക്ക് എത്തിയതും എങ്ങനെയാണെന്നും പുതിയ വീടിൻ്റെ ഹോം ടൂറുമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എന്നാൽ അതിന് കുറച്ച് സമയം വേണം. ഇപ്പോൾ ചെറിയ തിരക്കിലാണ്. ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സാധനം മാറ്റിയ തിരക്കിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇത്രയും അധികം സമയമെടുക്കുമെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞങ്ങളിത് അറിയാതെയാണ് ഇതിനെ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെയും എത്തിയിട്ടില്ല. അതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. നിലവിലിപ്പോൾ എല്ലാവരും രാഹുലിൻ്റെയും ശ്രീവിദ്യയുടെയും പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ കാണാനാണ് ഇരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ രാഹുലും ശ്രീവിദ്യയും പഴയതുപോലെ ഉത്സാഹിച്ച് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. വീടിൻ്റെ ചിത്രങ്ങൾ കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തും കാസർഗോഡുമായി വീടുകളുള്ള ഇരുവരും കൊച്ചിയിൽ വീട് വാങ്ങുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നും, എന്നാൽ കണ്ടുമുട്ടിയ നഗരമായതുകൊണ്ട് തന്നെ എപ്പോഴും കൊച്ചിയിൽ ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നുമൊക്കെയാണ് ഇരുവരും പറഞ്ഞ് എത്തുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വീട് വൃത്തിയാക്കലിൻ്റെ ബഹളത്തിലാണ്. അതോടൊപ്പം തന്നെ ഒന്നും ഇതുവരെ ആയിട്ടില്ല എന്ന് തന്നെയാണ് രാഹുൽ കാണിച്ചു തരുന്നത്. രാഹുൽ അതിലൂടെ തന്നെ തൻ്റെ നിസ്സഹായ അവസ്ഥയാണ് കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഒന്നും നിങ്ങളോട് പറയാത്തത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒതുക്കിയാൽ മതി എന്നുള്ളൊരു മട്ടാണ്. അതിൻ്റെ ബഹളത്തിലാണ് ഞങ്ങളിപ്പോൾ. എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ രാഹുലും ശ്രീവിദ്യയും ഒരുമിച്ചതിന് ശേഷം ഇവരുടെ വിശേഷങ്ങൾ കൂടുതലും കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അക്കൂട്ടത്തിലാണ് വളരെ പെട്ടെന്ന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് രാഹുൽ കഥ പറഞ്ഞു തുടങ്ങിയത്. രാഹുലിന്റെ കഥ പറച്ചിൽ ഇൻഫ്ലുവൻസറായി മാറ്റുകയായിരുന്നു രാഹുലിനെ. ഒരു സംവിധായകനും സിനിമയിൽ നല്ല രീതിയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിന് സന്തോഷം തരുന്ന ഒരു ജോലി കൂടിയാണ് ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസർ കഥ പറയുക എന്നത്. അതുകൊണ്ട് തന്നെ അത് രാഹുൽ അതിനൊരു ഹോബിയായി മാത്രമാണ് കാണുന്നത്. സിനിമ തൻ്റെ ഏറ്റവും വലിയ പാഷനാണ്. അത് കൂടെ കൊണ്ട് നടക്കുകയാണ് രാഹുൽ ഇപ്പോൾ ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയുമുണ്ട്. ആരാധകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗത്തിൽ മാറുകയും ചെയ്യാനുള്ളൊരു കാരണം രാഹുലിനോടും ശ്രീവിദ്യയോടുമുള്ള ഇഷ്ടം തന്നെയാണ്. രണ്ടുപേരും ആ ഇഷ്ടത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇരുവരുടെ വിവാഹ നാള് തൊട്ട് തന്നെ ശ്രീവിദ്യയും രാഹുലും ഒരുമിച്ച സന്തോഷമാണ് പ്രേക്ഷകർക്ക് എപ്പോഴും പങ്കുവയ്ക്കാനുള്ളത്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നുകൂടി ഇതിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനും സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.